ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ സംഭവിക്കുന്ന ഒരു ചെറിയൊരു സ്മെല്ല് പോലെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോഴത്തേക്കിനും ഞങ്ങൾ OP ടിക്കറ്റ് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഒരു ചെറിയ ഒരു പുക വരുന്നുണ്ടായിരുന്നു UPSന്റെ റൂമിൽ നിന്ന്. പിന്നെ അപ്പം തന്നെ സൗണ്ട് കേട്ടെന്ന് പറയുന്നത് ശബ്ദം ഉണ്ടായിട്ടൊന്നുണ്ട്. ചെറിയൊരു സൗണ്ട്. പക്ഷെ നമ്മൾ OP ടിക്കറ്റ് കൊടുക്കുന്ന തിരക്കിലായിട്ട് കഴിയും. പുക ഉണ്ടപ്പോഴത്തേക്കിനും പിന്നെ എല്ലാവരും വന്നു വിളിച്ച് ആൾക്കാരൊക്കെ അറിയിച്ച് ഇലക്ട്രീഷ്യൻ എത്തി. അതിൻ്റെ ഉള്ളിൽ കയറി പിന്നെ അവരത് പുക അപ്പോഴേക്കും പുറത്തേക്ക് വരാൻ പറയുമ്പോൾ പൊട്ടിച്ച ഗ്ലാസ് പൊട്ടിച്ച് അപ്പോഴേക്കും സമയം ഈ സൗണ്ട് കേട്ട് പിന്നെ എത്ര സമയം പുക പടരാൻ സമയം എടുക്കുന്നു? ഒരു 10 മിനിറ്റിനുള്ളിൽ പടർന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും ഫുള്ളും കവറായിരുന്നു. രോഗികളൊക്കെ അപ്പോഴത്തേക്കും മാറ്റിയായിരുന്നു. ഈ ചില്ല് പൊട്ടിച്ചാണ് രോഗികളെ അല്ല, ചില്ല് പൊട്ടിക്കുന്ന റൂമിന്റെ ചില്ലാണ് പൊട്ടിച്ചത്. പേഷ്യൻസ് എല്ലാം പുറത്താണല്ലോ, റെഡ് ഏരിയയിൽ തന്നെ ഉള്ളത്. ഉള്ളവരൊക്കെ അപ്പുറത്തേക്ക് പുക പുറത്തേക്ക് വരുമ്പോഴത്തേനും മാറ്റി. പേഷ്യൻ്റ് എല്ലാവരും അപ്പുറത്തേക്ക് പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. പുക ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തുമ്പോഴത്തേക്കിനും പേഷ്യൻ്റൊക്കെ പുറത്തെത്തിച്ചായിരുന്നു. ഒരു കുറച്ചും 4-5 പേര് മരിച്ച ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പോൾ അത് ഈ വെന്റിലേറ്ററിൽ നിന്ന് ആളുകളെ മാറ്റുന്ന സമയത്ത് മരിച്ചതാണ് എന്നുള്ളൊരു സംശയം. അത് വെന്റിലേറ്റർ വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ ഒരു പേഷ്യന്റ് വെന്റിലേറ്റർ മാറ്റി ആമ്പൊക്കെ കൊടുത്ത് അങ്ങനെയല്ല. അതിൻ്റെ ഉള്ള ഫെസിലിറ്റി അന്നേരമല്ലോ, പുകയല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെന്റിലേറ്റർ സൗകര്യം മാറ്റിയിട്ടല്ലോ പുറത്തേക്ക് എടുക്കാം. മാറ്റിയിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റില്ല എന്താ മരണകാരണം എന്നൊന്നും അറിയത്തില്ല. ഇത് ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ കൈകാര്യം ചെയ്യാനൊക്കെ ആളുകൾ ഉണ്ടാവുന്നുണ്ടോ? ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയൊരു അപകടം തന്നെ ഒഴിവായെന്ന് പറയാം. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, സഹായം കഴിച്ചില്ലായല്ലോ. അതല്ല, ഈ പുക ഫസ്റ്റ് വരുന്ന സമയത്ത് അത് എവിടെ നിന്നാണ് കണ്ടെത്തി അങ്ങനെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റില്ലായിരുന്നു? അവിടുന്ന് ക്ലിയർ ചെയ്തിട്ടാണ് നമുക്ക് മറ്റുള്ള ഒരു പേഷ്യന്റിന് ഒരു അപകടം പറ്റാതെ നമുക്ക് പുറത്തെത്തിക്കാൻ പറ്റിയത്. എല്ലാവരും കൂടി സെക്യൂരിറ്റി സ്റ്റാഫ് എല്ലാവരും, ഡോക്ടർമാർ എല്ലാവരും, ഇപ്പോഴേക്ക് നാട്ടിലുള്ള എല്ലാ പ്രദേശത്തുള്ളവരെല്ലാവരും എത്തി. നമ്മൾ അത്രയും സുരക്ഷിതമായി എല്ലാ പേഷ്യന്റിനും എല്ലാ സ്ഥലത്തേക്കും പെട്ടെന്ന് നമ്മൾ മുൻപ് ഇത് സമാനമായ അല്ലെങ്കിൽ ഇങ്ങനെയല്ല എങ്കിൽ പോലും ഇങ്ങനെ ഈ CPO അവിടെ നിന്ന് എന്തെങ്കിലും ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടുണ്ടായ ഒരു അനുഭവമായത്. ഒന്നും അറിയില്ല. അത് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിൽ ആശയക്കുഴപ്പമുണ്ടായി എന്ന് പറയുന്നുണ്ട്. അത് സാഹചര്യം അങ്ങനെയൊന്നുമല്ല. എല്ലാവരും കൂടെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായി കിട്ടിയത്. അല്ലെങ്കിൽ വലിയൊരു സംഭവമായിരുന്നു. പുക കുറഞ്ഞു പുറത്തെത്തിക്കാനുള്ള നോക്കി വേറെ അപകടങ്ങളൊന്നും ഉണ്ടാണ്ടിരിക്കാണ്. അപ്പം തന്നെ എല്ലാവരും എത്തിച്ചു. അതാണ് പുക അതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ടിക്ക് വരുമ്പോൾ തന്നെ ഞാനൊക്കെ ഒരു ബാഗ് പിന്നീട് പോയിട്ട് എടുക്കുന്നത്. വെച്ചാൽ പുക ഒരു രോഗികളെല്ലാം പുറത്തെത്തിന്, ആൾക്കാരെല്ലാം പുറത്തെത്തിയതിന് ശേഷമാണ് വേഗം തന്നെ എത്തിച്ചിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി, ഈ രീതിയിലാണ് ഈ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് നമ്മളോട് സംസാരിക്കുന്നത്. അവർ പ്രാഥമികമായി അവർ പറയുന്നത് പെട്ടെന്ന് തന്നെ ഈ പുക കണ്ട് ഉടൻ തന്നെ പെട്ടെന്ന് രോഗികളെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ആലോചിച്ചത് എന്നുള്ളതാണ്. അതിൽ വീഴ്ചയൊന്നും സംഭവിച്ചില്ല എന്നുള്ളൊരു കാര്യം അവർ വിശദീകരിക്കുന്നത്. പക്ഷേ ഈ വെന്റിലേറ്ററിൽ നിന്ന് സ്വാഭാവികം നമുക്കറിയാം, വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗികളെ വെന്റിലേറ്റർ സൗകര്യത്തിൽ നിന്നും അവരെ മാറ്റുമ്പോൾ സ്വാഭാവികമായും ജീവഹാനി സംഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഒരു പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത്. അപ്പോഴുയരുന്ന ചോദ്യം, അങ്ങനെ ഇത്തരം അത്യാഹിതം ഉണ്ടാകുന്ന സമയത്ത് വെന്റിലേറ്റർ രോഗികളെ സുരക്ഷിതമായി മാറ്റാൻ, വെന്റിലേറ്റർ സൗകര്യത്തോടുകൂടി മാറ്റാനുള്ള സംവിധാനം ഇല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി അധികൃതരുടെ ഭാഗത്തു നിന്നും വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഇവിടെ നിന്നും പൂർണ്ണമായി ഇപ്പോൾ 2-3 ദിവസത്തേക്ക് ഈ പുതിയ ബ്ലോക്കിലുള്ള കാഷ്വാലിറ്റി ബ്ലോക്കിലുള്ള ഇവിടെയുള്ള സൗകര്യം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രാഥമികമായും ഇക്കാര്യത്തിൽ പരിശോധന അന്വേഷണം നടത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ പുക ഉയരുന്നതിന് സാഹചര്യം ഉണ്ടായതെന്ന്. മറ്റൊന്ന്, ഇവിടെയുള്ള മറ്റ് സൗകര്യങ്ങൾക്ക് പല അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അലങ്കോലമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ വീണ്ടും സമയമെടുക്കും. ഇപ്പോൾ അവരോട് പ്രതികരണം ചോദിച്ചപ്പോൾ അവർക്ക് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു, ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അവിടെ, അതുകൊണ്ട് തന്നെ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിച്ചു എന്നൊക്കെയാണ് ഷഹീദ് അവർ പറയുന്നത്. പക്ഷേ ഒരു ആശുപത്രിയാണ്, ആ ആശുപത്രിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി തന്നെ പ്രവർത്തിക്കേണ്ടതല്ലേ? ഈ ഒരു അഗ്നിരക്ഷാ സംവിധാനങ്ങളൊക്കെ ഈ ഒരു സമയത്ത് കൃത്യമായി പ്രവർത്തിക്കേണ്ടതായിരുന്നില്ലേ? അപ്പോൾ ഈ പുക ഉയർന്നത് എവിടെ നിന്നാണ്? അതിന് ആ സമയത്ത് കൃത്യമായി പ്രതിരോധിക്കാൻ സാധിച്ചിരുന്നോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ടല്ലേ ഷഹീദ്? തീർച്ചയായും ഇവർ പ്രാഥമികമായും നഴ്സിംഗ് അസിസ്റ്റന്റും മറ്റ് അറ്റൻഡർമാരും ഒക്കെയാണുള്ളത്. സ്വാഭാവികമായി ഇവർക്ക് അത്രയും പ്രതികരിക്കുന്ന ഒരു പരിമിതിയുമുണ്ട്. ഇതിന്റെ സംവിധാനം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇക്കാര്യത്തിൽ ഇനി കൂടുതൽ വിശദീകരണം നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ഇന്നലെ അവർ പറഞ്ഞത് വളരെ സുരക്ഷിതമായി രോഗികളെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു. പുക ശ്വസിച്ചല്ല. ഈ മരിച്ച 5 പേരിൽ ഒരാൾ നേരത്തെ തന്നെ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചു എന്നാണ് പറയുന്നത്. ബാക്കി അങ്ങനെയെങ്കിൽ 4 പേരും ഇവിടെ മരണവും പുക ശ്വസിച്ചല്ല എന്നുള്ളൊരു വിശദീകരണം ഇന്നലെ സൂപ്രണ്ടൊക്കെ നൽകുകയുണ്ടായി. പക്ഷെ പിന്നെ എങ്ങനെയാണ് മരിക്കുന്നത്? നേരത്തെ ഇപ്പോൾ നമ്മൾ
ചർച്ച ചെയ്തതുപോലെ വെന്റിലേറ്ററിൽ നിന്നും കഴിയുന്ന രോഗിയെ മാറ്റുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വെന്റിലേറ്റർ സൗകര്യങ്ങൾ അവർക്ക് ലഭ്യമല്ലെങ്കിൽ രോഗിക്ക് ജീവൻ നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ വെന്റിലേറ്റർ സൗകര്യം ഇല്ലാതെ മാറ്റുന്ന സമയത്തായിരിക്കും ഈ രോഗികൾ മരിച്ചത് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത്. ഏറ്റവും പ്രധാനമായും ഈ രീതിയിൽ ഇങ്ങനെയൊരു ഫയറോ അല്ലെങ്കിൽ പുക ഉയരുന്ന സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഈ രോഗികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ചുള്ള പ്രോട്ടോകോൾ മാനദണ്ഡങ്ങൾ എന്താണ് എന്നുള്ള കാര്യവും അതിവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും അതിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായോ അപര്യാപ്തതയുണ്ടായോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ ഇനിയും വ്യക്തത ആശുപത്രിയുടെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്.